വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, ഈ വർഷം ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പരിചയപ്പെട്ട ഒരാളാണ് കോമ്പസ് എന്ന് പറയുന്നത് അല്ലേ. ഈ കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ എന്തായാലും എക്സാമിന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കോമ്പസ് എന്ന് പറയുന്ന ആളെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണ്ടേ. ഈ കോമ്പസ് ഉപയോഗിച്ച് നിങ്ങൾ വൃത്തം അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഇയാളെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. ഈ കോമ്പസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിന് 2 ലെഗുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഒന്നാമത്തെ ലെഗിൽ ഓൾറെഡി ഒരു പിൻ ഉണ്ടായിരിക്കും അല്ലെ, ഒരു ടിപ്പ് ഉണ്ടായിരിക്കും. മറ്റേ ലെഗിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പെൻസിൽ കീപ്പ് ചെയ്യുന്നത്. ഈ പെൻസിൽ വെക്കുന്ന സമയത്ത് അതിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിക്കണം, പെൻസിൽ നല്ല ഷാർപ്പനായിരിക്കണം. ഓക്കെ, നല്ല ഷാർപ്പനായ പെൻസിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ കോമ്പസിലേക്ക് ഇറക്കി വെച്ച് അത് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നേരെ കൊണ്ടുപോയി സർക്കിൾ വരയ്ക്കാൻ നിൽക്കരുത്, കാരണം തെറ്റിപ്പോവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോമ്പസ് ക്ലോസ് ചെയ്യണം, അടച്ചു വെച്ച് അതിൻ്റെ നിബും, കോമ്പസിൻ്റെ നിബും പെൻസിലിൻ്റെ ടിപ്പും ഒരേ ലൈനിലാണോ എന്ന് കൺഫേം ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു മേശപ്പുറത്തായിരിക്കുമല്ലോ, മേശയുടെ മുകളിലോ നിങ്ങളുടെ ഡെസ്കിൻ്റെ മുകളിലോ ആ കോമ്പസ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരേ ലെവലിലാണോ എന്ന് നോക്കുക. എന്നതിന് ശേഷം ഇപ്പോൾ കോമ്പസ് എന്തായി, നമ്മൾ ഒരേ ലെവലായി, പെൻസിലൊക്കെ ഷാർപ്പൻ ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, സർക്കിൾ വരയ്ക്കാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഒരു സ്കെയിൽ എടുക്കുക. എത്രയാണോ നമ്മളോട് മെഷർമെന്റ് പറഞ്ഞിരിക്കുന്നത്, അതായത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും ഇത്ര റേഡിയസ് അല്ലെങ്കിൽ ഇത്ര ആരമുള്ള സർക്കിൾ വരയ്ക്കണം എന്ന്. അപ്പോൾ അത് എത്രയാണ് എന്ന് നോക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ കോമ്പസ് നമ്മുടെ സ്കെയിലിൽ വെക്കുക. 0-ലായിരിക്കണം നമ്മളുടെ എന്ത് വരേണ്ടത്, കോമ്പസിന്റെ നിബ് വരേണ്ടത്. പിന്നതിന് ശേഷം കോമ്പസ് വലിച്ചു നീട്ടി എത്രയാണോ നമ്മളോട് പറഞ്ഞത് അത്ര വരെ നമ്മുടെ കോമ്പസ് എത്തിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് 3 സെന്റിമീറ്ററിൽ ഉറപ്പിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കോമ്പസിന്റെ നിബ് 0-ൽ വെച്ച് നമ്മുടെ പെൻസിലിന്റെ ഭാഗം പിടിച്ച് വലിച്ചിട്ട് എന്ത് ചെയ്യുക, 3-ൽ വെച്ച് നിർത്തുക. കൃത്യമായിരിക്കണം, 3-ൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടത്, ഏതിലാണോ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്, ആ നോട്ട്ബുക്ക് ആണെങ്കിൽ നോട്ട്ബുക്ക്, പേപ്പർ ആണെങ്കിൽ പേപ്പർ, അതെടുത്തതിന് ശേഷം നമ്മുടെ കോമ്പസിന്റെ നിബ് അതിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, അതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്, അത് ഇളക്കരുത്. ഇനി സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ഒരിക്കലും 2 ലെഗുകൾ കൂട്ടിപ്പിടിച്ച് നമ്മൾ വരയ്ക്കാൻ നോക്കരുത്. എന്തെങ്കിലും കാരണവശാൽ ചെറിയ രീതിയിലെങ്കിലും മെഷർമെന്റ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് കോമ്പസിന്റെ മുകളിൽ അല്ലേ, മുകളിൽ ഒരു പോയിന്റ് ഉണ്ട്, ആ ഒരു പോയിന്റിൽ പിടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൃത്യമായിട്ട് സർക്കിൾ വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സർക്കിൾ വരച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്കിളിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയാനുള്ളത് ഈ മെഷർമെന്റിന്റെ കാര്യമാണ് അല്ലേ. റേഡിയസ് എന്ന് പറയുന്ന ഒരു കാര്യം മിസ് ഇവിടെ പറഞ്ഞു. എന്താണ് റേഡിയസ് അല്ലെങ്കിൽ എന്താണ് ഈ ആരം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവും, ഒരു സെന്റർ ഉണ്ടാവും. ഈ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ മുകളിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ഒരു വരയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ നിന്നും നമ്മൾ സർക്കിളിന്റെ മുകളിലുള്ള ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത്. ഇനി ഈ വരച്ചിരിക്കുന്ന റേഡിയസിനെ നമ്മൾ നീട്ടി സർക്കിളിന്റെ മറ്റേ സൈഡിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഇത്രേ ആലോചിച്ചാൽ മതി, സർക്കിളിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് സെന്ററിലൂടെ, കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസ് എടുത്ത് നിങ്ങളുടെ കോമ്പസ് ഒക്കെ എടുത്ത് കൃത്യമായിട്ട് ഒരു വൃത്തം വരച്ചു നോക്കുക. അടിപൊളിയായിട്ടിരിക്കും.